ഗൗരി ശങ്കരം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കുത്തിത്തളയ്ക്കുന്ന രീതിയിലത്തെ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ വരുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരിയെ കാണാൻ ജയിലിൽ പോകുന്നത് കേട്ടോ. അപ്പൊ ജയിലിൽ ഇങ്ങനെ ശങ്കർ നമ്മുടെ ഗൗരിയെ കണ്ടപാടെ ഇങ്ങനെ പറയുന്നത്, ഓ ഒരു ദേവതയെ പോലെ വാഴ്ത്തേണ്ട അവളെ ഞാൻ ഒരു ജയിൽ പുള്ളിയാക്കി തീർത്തല്ലോ, എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശങ്കർ ഭയങ്കരമായിട്ട് കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം ഒരിറ്റ് വിശന്നിട്ട് പ്രാണം കത്തിയിട്ട് ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ വേണിയുടെ അടുത്ത് കയറുന്നുണ്ട്, വേണിയുടെ വീട്ടില്. അപ്പൊ വേണി മോളെ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഇത്തിരി ഭക്ഷണം തരോ എന്ന് ചോദിച്ചിട്ടായിട്ട് കയറുന്നത്. അപ്പൊ നമ്മുടെ വേണി ഭക്ഷണമൊക്കെ എടുത്ത് ഇങ്ങനെ വാരി കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ നന്ദിനി അമ്മ നമ്മുടെ വേണിയുടെ കയ്യിൽ കയറി പിടിച്ച് ആ ഒരു ഭക്ഷണം കൊടുപ്പിക്കാതിരിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ധ്രുവൻ കൂട്ടുകാരനൊരു മദ്യം ഏൽപ്പിക്കുന്നുണ്ട്, വിഷം കലർത്തിയ മദ്യം നമ്മുടെ എന്താ പറയാ ശങ്കരനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒരു മദ്യം നമ്മുടെ ശങ്കറിന് കൊടുക്കുകയും, ശങ്കർ ആണെങ്കിൽ ഇപ്പൊ എന്ത് മദ്യം കിട്ടിയാലും കുടിക്കും അല്ലെ. അങ്ങനെ ശങ്കർ ആ ഒരു വിഷമദ്യം കുടിച്ച് സ്വയം ഇല്ലാതാക്കാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ക്ലൈമാക്സ് വൺ ദുരന്തമായിരിക്കുന്നു. നമ്മൾക്ക് ഇപ്പോഴേ വിധി എഴുതാം. ശങ്കർ മരിക്കും, ശങ്കർ ഇപ്പൊ വിഷം ഉള്ളിൽ ചെല്ലുന്നുണ്ട്, അപ്പൊ ശങ്കർ മരിക്കും. പിന്നെ ഗൗരിയും ജീവിതകാലം മുഴുവനും ജയിലില്. അങ്ങനെ വൺ ദുരന്തമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെ ആട്ടോ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ ഇതുപോലെ എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.